രാവിലെ ചൂടുള്ള വാർത്ത. നമ്മുടെ സന്ദീപ് വാര്യർ BJP കാൻഡിഡേറ്റ് ആയിരുന്ന BJP പ്രവർത്തകനായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചുവടെടുത്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് മാറുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പാലക്കാടിലെ ഇലക്ഷൻ നടക്കാൻ പോകണം, നമുക്ക് എല്ലാവർക്കും അറിയാം. 3 കാൻഡിഡേറ്റ്സ് ആണല്ലോ, ഡോക്ടർ സെറിൻ, രാഹുൽ മാങ്കുട്ടത്ത് ആൻഡ് C കൃഷ്ണകുമാർ. ശ്രീ കൃഷ്ണകുമാറിന് പകരം നിൽക്കേണ്ട ആളായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നും, ശോഭാ സുരേന്ദ്രനേക്കാൾ തൊട്ട് താഴെ കപ്പാസിറ്റി ഉള്ള ആളായിരുന്നു നമ്മുടെ സന്ദീപ് വാര്യർ എന്നായിരുന്നു ആളുകളെല്ലാവരും വിചാരിച്ചിരുന്നത്. ഇത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ പിടിപാടുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണകുമാർ സാറിനായിരുന്നായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവരെയൊക്കെ പിന്തള്ളപ്പെട്ടത്. പക്ഷെ ശോഭ മാഡം ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ വളരെ വളരെ മുന്നിട്ട് നിന്ന് വോട്ട് നേടി ആളുകളെ അതിശയിപ്പിച്ച ഒരു ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ. അവരുടെ ഒരു കപ്പാസിറ്റി, അവരുടെ കാലിബർ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അത് അവരുടെ പ്രസംഗത്തിലൂടെ അത് വ്യക്തമാണ്. പക്ഷെ സന്ദീപ് വാര്യർ തന്റെ ഒരു മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP എന്താണ് എന്ന് വളരെ വ്യക്തമായി സന്ദീപ് സാധാരണ ജനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളോടെ മനസ്സിലാക്കി കൊടുത്ത ആളാണ്. BJP ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന ആളാണ്. BJP മാത്രമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു പ്രാണവായു എന്നൊക്കെ പറയുന്ന സംഭവം. തനിക്ക് BJPയിൽ പാലക്കാടിൽ ഒരു ഇലക്ഷനിൽ നിൽക്കാനായിട്ട് കാൻഡിഡേറ്റ് ആവാൻ, സ്ഥാനാർത്ഥിയാവാൻ ഒരു അവസരം കിട്ടിയില്ല എന്നുള്ള പേരില് ആ പാർട്ടിക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സന്ദീപ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതേതോ ചാനൽ ചർച്ചയിൽ കേട്ട് മറന്നിട്ടുണ്ട്. താൻ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് എന്നാണ് രാവിലെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും നാള് BJP വിശ്വസിച്ചിരുന്ന, സന്ദീപ് വാര്യർ വിശ്വസിച്ചിരുന്ന ആളുകളെല്ലാവരും തന്നെ ഇനി കോൺഗ്രസിൽ വിശ്വസിക്കണോ എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഇത് സ്വന്തമായ ഒരു നിലപാട്, സ്വന്തമായ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തിരിക്കുക. പക്ഷേ ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. 26 അക്ഷരമാല ഉണ്ടെങ്കിൽ അത്രയും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് കോൺഗ്രസ് എന്ന് പൊതുവെ ഒരു ആക്ഷേപമുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് മാറി എന്ന് പറയുമ്പോഴത്തേക്ക് പലരും പറയുന്നുണ്ട് താങ്കൾക്ക് ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു കൊലപാതകം നടന്നിരുന്നു അല്ലേ കഴിഞ്ഞ 2 വർഷം അല്ല 3 വർഷം മുമ്പ്. ആ കൊലപാതകത്തിന് പകരം അവിടെ നമുക്ക് നഷ്ടപ്പെട്ട ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അതിന് പകരം താനായിരുന്നു നഷ്ടപ്പെടേണ്ടത്. സ്വന്തം പാർട്ടിയിലെ ഫണ്ട് സ്വന്തം ആളുകൾ തന്നെ അടിച്ചു മാറ്റുന്ന സ്ഥലമാണ് BJP എന്നൊക്കെ വിളിച്ചു കൂവി പറയുമ്പോൾ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടി, ഇത്രയും നാൾ നമുക്ക് തണൽ നൽകിയിരുന്ന പാർട്ടി, ഇത്രയും നാൾ നമ്മൾ നമ്മുടെ ചോര നീരാണ് എന്നൊക്കെ പറഞ്ഞ സാധനത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പാർട്ടി ഇങ്ങനെ പെട്ടെന്ന് തള്ളി പറയാനായിട്ട് എങ്ങനെയാണ് സന്ദീപായിട്ട് സാധിക്കുന്ന മനസ്സിലാവുന്നില്ല. എന്തായാലും ഏഷ്യാനിലെ ഗമ്മ് എന്ന് പറയുന്ന പരിപാടി ഉടനെ വരും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങർക്കിട്ട് നല്ല പണി കൊടുക്കണം. അപ്പോൾ നല്ല ട്രോൾ എന്തായാലും വരും. പക്ഷേ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത ചർച്ചയിൽ നമ്മുടെ 4 അണ്ണന്മാരുണ്ടായിരുന്നു. നമ്മുടെ MV ഗോവിന്ദൻ സാർ, പിന്നെ C നീലകണ്ഠൻ, പിന്നെ നമ്മുടെ ചാമക്കാല ആൻഡ് സന്ദീപ് വാര്യർ. നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും നമ്മുടെ ഡിബേറ്റ് എനിക്ക് ചുമ്മാ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നു. അപ്പം തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് എഴുതി. ഒന്ന് കേട്ടു നോക്ക്, എന്ത് രസമായിരുന്നു അറിയാം ഇവർ തമ്മിലുള്ള ചർച്ച. ആ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലേക്കാണ് സന്ദീപ് അണ്ണൻ ചാടിയത് എന്ന് കേൾക്കുമ്പോൾ സന്തോഷമായി. എന്തായാലും നമ്മൾ കേട്ടു നോക്കാം. ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക.
സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഒരു സെക്കൻഡ് സന്ദീപ്, അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട്, അവരുടെ അഭിപ്രായം പറഞ്ഞു, അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്, അതിലേക്ക് പോകാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മുടെ സന്ദീപ് വാര്യർ അദ്ദേഹം പ്രകോപിതനാവാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി അതായത് നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അതുകൊണ്ട് അദ്ദേഹം ഫ്രോഡാണ്, ഫേക്കാണ് എന്ന് ഒരു ചാനൽ ചർച്ച വിളിച്ചു പറയുമ്പോഴത്തേക്ക് അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രി അല്ലല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതൊരു BJPക്കാരും പ്രകോപിതനാകും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സർക്കാസം വന്നത്, ഒരു ആക്ഷേപം വന്ന ഇതാണ്. അപ്പൊ ആ ഒരു ചാനൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലേക്കാണ് പോയത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു നോർമലി ഒരു സാധാരണക്കാരന് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു രസം നമുക്കും തോന്നിയെന്നേ ഉള്ളൂ. സോ എന്തായാലും സന്ദീപ് അണ്ണന് എന്തായാലും ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്തായാലും സ്നേഹത്തിന്റെ കടലിലേക്ക് ആണ് കാലെടുത്ത് വെച്ചെന്ന് അറിയുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്. എന്തായാലും ഇനിയിപ്പം കോൺഗ്രസ്സിൽ എന്തായാലും ഓൾറെഡി ഇനി ഇലക്ഷൻ അടുത്ത വർഷം, ഇന്ത്യയിൽ അടുത്ത വർഷമല്ലേ ഇലക്ഷൻ ഉള്ളൂ. സോ ഇനി ആ ഒരു ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള പാർട്ടി CPIM മാത്രമേ ഉള്ളൂ. CPIMലേക്കും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പൂർത്തിയാവും. സോ എന്തായാലും രസകരമായിരുന്നു രാവിലെ. എന്തായാലും ഇനിയിപ്പോൾ ഇന്നല്ല, ഇന്ന് 2-3 ദിവസത്തേക്ക്, നാളെ ഇനി അതിന്റെ ബഹളമായിരിക്കും, കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സന്ദീപ് വാര്യരുടെ. പക്ഷെ സന്ദീപ് വാര്യരെ അങ്ങനെ നമുക്ക് അടച്ചാക്ഷേപിക്കാനും പറ്റില്ല. കാരണം അദ്ദേഹം കുറെ വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചു, BJPക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. അതിപ്പം ഇത് പറഞ്ഞ പോലെ സുരേന്ദ്രൻ സാറുമായിട്ടുള്ള ഒരു ഈഗോ ഇഷ്യൂസ് ഒക്കെ ആകാം. പക്ഷെ ഇത്രയും നാളും പ്രവർത്തിച്ചിട്ട് നല്ല സ്കോപ്പുള്ള വ്യക്തിക്ക് ഒരു സീറ്റ് കൊടുക്കാതെ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് കൊടുത്തതിൽ ഒരു അമർഷം കാണിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇത് എടുത്തെറിഞ്ഞ് ഈ പറഞ്ഞ പോലെ എടുത്ത് ചാടി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇത്രയും നാളും BJPക്ക് വേണ്ടി സ്നേഹിച്ച അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ സ്നേഹിച്ച ആളുകളെല്ലാം ഇനി കോൺഗ്രസിനെയും കൂടെ സ്നേഹിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. സോ തൽക്കാലം ബൈ, ബാക്കി കൂടെ കേൾക്കട്ടെ. വ്യക്തിപരമായി